ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് തിയറംസ് ഇൻ പ്രോബബിലിറ്റി ആണ്. നമുക്ക് കുറച്ച് തിയറംസ് പഠിക്കാനുണ്ട്. അപ്പോൾ തിയറംസ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസും വരും. അപ്പോൾ ആദ്യം നമുക്ക് തിയറംസ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, തിയറം 1, ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇംപോസിബിൾ ഇവൻറ്റ് ഈസ് 0. ഇംപോസിബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഇവൻറ്റ്. അപ്പോൾ അതായത് ഇമ്പോസിബിൾ നടക്കില്ല എന്നുള്ളതിന് നമ്മൾ എം ടി ആയിട്ടാണ് എടുക്കുക. അപ്പോൾ പി ഓഫ് ഫൈ ആണ് എംറ്റിനെസ്സിനെ നോട്ട് ചെയ്യുക. പി ഓഫ് ഫൈ ഈസ് ഈക്വൽ 0 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ലെറ്റ് ഫൈ ബി ദ ഇമ്പോസിബിൾ ഇവൻറ്റ് ദെൻ എസ് ബിലോങ്സ് ടു ബി. അല്ലേ, നമ്മൾ പ്രോബബിലിറ്റി സ്പേസിൽ സാമ്പിൾ സ്പേസ് ഉണ്ടാവും, ബോറൽ ഫീഡ് ഉണ്ടാവും, പി ഉണ്ടാവും. അപ്പോൾ എസ് ബിലോങ്സ് ടു ബി. എസ് ബിയിലൊരു എലമെൻ്റ് ആണ്. ആൻഡ് ഫൈ ബിലോങ്സ് ടു ബി. നൾ സെറ്റും ബിയിലൊരു എലമെൻ്റ് ആണ്. ദെൻ എസ് യൂണിയൻ ഫൈ എന്താ? എസ് യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എസ് ആണ്. നൾ സെറ്റ് എസ് യൂണിയൻ നൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ആണ്. ഓക്കെ, ദെർഫോർ പി ഓഫ് എസ് യൂണിയൻ ഫൈ എന്താ വരിക? പി ഓഫ് എസ് ആണ്. പി ഓഫ് എസ് എന്താണെന്ന് നമുക്കറിയാം, 1 ആണ്. എസ്സും നൾ സെറ്റും ഡിസ്ജോയിൻ്റ് ആണ്. അല്ലേ, നൾ സെറ്റിൽ ഒന്നുമില്ല, എസ്സിൽ എല്ലാ എലമെൻസും ഉണ്ട്. അത് തമ്മിൽ ഡിസ്ജോയിൻ്റ് ആണ്, പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ പി ഓഫ് എസ് യൂണിയൻ ഫൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്ജോയിൻ്റ് ആണ് വെച്ചാൽ എ യൂണിയൻ ബിനെ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് എസ് പ്ലസ് പി ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു പി ഓഫ് എസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി പി ഓഫ് എസ് 1 ആണ്. ആക്സിയം 2. പി ഓഫ് എസ് 1 ആണ്. അപ്പോൾ 1 പ്ലസ് പി ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു 1 കിട്ടും ബൈ ആക്സിയം 2. അപ്പോൾ പി ഓഫ് ഫൈ എന്താ? 1 മൈനസ് 1 0. ഓക്കെ, സിമ്പിൾ പ്രൂഫാണ്. The condition P of A equal to 0 does not imply that A is equal to 5. അതായത് പ്രോബിലിറ്റി ഓഫ് എ, ഒരു എ എന്ന് പറയുന്ന ഒരു ആർബിട്രറി ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി 0 ആണ് എന്ന് വെച്ചിട്ട് ആ എ എന്ന് പറയുന്ന ഇവൻറ്റ് നൾ സെറ്റ് ആവണമെന്നില്ല. പ്രോബിലിറ്റി 0 ആണ് എന്നുള്ളതിനർത്ഥം നൾ സെറ്റ് ആണ് എന്നല്ല. ഓക്കെ, ഇമ്പോസിബിൾ ഇവൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി 0 ആണെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, തിയറം 2, പ്രോബബിലിറ്റി ഈസ് ഇൻഫൈനൈറ്റ്ലി അഡിക്റ്റീവ്. അപ്പോൾ അഡിക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻഫൈനൈറ്റ്ലി അഡിക്റ്റീവ് ആണ് എന്നുള്ളതാണ് തിയറം പറയുന്നത്. ദാറ്റ് ഈസ് പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്രാ യൂണിയൻ AN ഈക്വൽ ടു പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് പി ഓഫ് A3 പ്ലസ് എക്സെട്രാ പ്ലസ് പി ഓഫ് AN where AI intersection AJ is equal to phi I is not equal to J. അതായത് AI is a disjoint events ആണ്. അപ്പോൾ നമ്മൾ പ്രൂഫ് ചെയ്യാണ്. കൺസിഡർ ആൻ ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്. ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് ചെയ്യുന്നില്ല, എവിടെയാണ് എൻഡ് നമുക്കറിയില്ല. അപ്പോൾ ഇവൻറ്റ്സ് എടുക്കുകയാണ്, A1 A2 എക്സെട്രാ AN വരെ നമുക്കറിയാം. ദെൻ അതിനുശേഷമുള്ള ഇവൻറ്റ്സിനെ നമ്മൾ ഫൈ ആക്കി എടുക്കുകയാണ്, നൾ സെറ്റുകളാക്കി എടുക്കുകയാണ്. 5 5 5 എന്ന് എടുക്കാം. വിച്ച് ആർ പെയർ വൈസ് ഡിസ്ജോയിൻറ്റ് സിൻസ് AIs ആർ ഡിസ്ജോയിൻറ്റ്. അതായത് A ഇൻ്റർസെക്ഷൻ AJ ഒക്കെ ഡിസ്ജോയിൻ്റ് ആണ്, ഈക്വൽ ടു 5 ആണ്. പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. ദെൻ ബൈ ആക്സിയം 3. ആക്സിയം 3 എന്താ പറയുന്നത്? കൗണ്ടബിൾ അഡിക്റ്റിവിറ്റി. അല്ലേ, കൗണ്ടബിൾ അഡിക്റ്റിവിറ്റി പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്രാ യൂണിയൻ AN യൂണിയൻ ഫൈ യൂണിയൻ എക്സെട്രാനെ നമുക്ക് പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് പി ഓഫ് A3 പ്ലസ് എക്സെട്രാ പ്ലസ് പി ഓഫ് AN പ്ലസ് പി ഓഫ് ഫൈ പ്ലസ് പി ഓഫ് ഫൈ പ്ലസ് എക്സെട്രാ എന്ന് എഴുതാം. ഇനി പി ഓഫ് വൈസ് ഒക്കെ 0 ആണെന്ന് നമ്മളിപ്പോൾ ഫസ്റ്റ് തിയറത്തിൽ പ്രൂവ് ചെയ്തു. അപ്പോൾ ആ തിയറം പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ യൂണിയനെ ഫൈ ഇട്ടാലും ഇല്ലെങ്കിലും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്രാ യൂണിയൻ AN ഈക്വൽ ടു പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് എക്സെട്രാ പ്ലസ് പി ഓഫ് AN എന്ന് കിട്ടും. അപ്പോൾ പ്രോബിലിറ്റി ഈസ് ഇൻഫൈനൈറ്റ്ലി അഡിക്റ്റീവ്. പി ഓഫ് യൂണിയൻ I is equal to 1 to n, AI is equal to sigma I is equal to 1 to n P of AI. ഓക്കെ, ദെൻ മോണോട്ടോണിസിറ്റി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. തിയറം 3, മോണോട്ടോണിസിറ്റി. A B എന്ന് പറഞ്ഞ 2 ഇവൻറ്റ്സ് ഉണ്ട്, 2 സെറ്റുകളുണ്ട്. നിങ്ങൾക്ക് A സബ്സെറ്റ് ഓഫ് B ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് B ആയിരിക്കും. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെൻ ഡയഗ്രാം കൺസിഡർ ചെയ്യാം.
സാമ്പിൾ സ്പേസ് ഇതാണ്, എ ഇതാണ്, ബി ഇതാണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബിൻ്റെ ഉള്ളിലുള്ള ഒരു സെറ്റാണ് എ. അങ്ങനെയാണ് വെച്ചാൽ പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ആകും എന്നുള്ളതാണ് തിയറം. അപ്പോൾ നമുക്ക് ഈ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ബീനെ എങ്ങനെ എഴുതാം? ബി എന്ന് പറയുന്നത് എനോട് ഈ ഒരു പോർഷൻ നോക്കുക, ഈ ഒരു പോർഷൻ ആഡ് ചെയ്യുന്നതാണ് അല്ലേ, യൂണിയൻ ചെയ്യുന്നതാണ് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്താ? ബിയിൽ നിന്ന് എ കുറച്ചത് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എയുടെ കോംപ്ലിമെൻറ്റിനോട് ബി ഇൻ്റർസെക്റ്റ് ചെയ്തത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആണ് ഈ ഒരു സ്പേസ്, എൻ്റെയും എൻ്റെ ബിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ദെൻ പി ഓഫ് എ പ്രോബബിലിറ്റി രണ്ട് സൈഡും കൊടുക്കാം. പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, നോക്കാം, ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. കോമൺ ആയിട്ട് പോയിന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഈ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും എയും ഡിസ്ജോയിൻ്റ് ആണ് അല്ലേ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഡിസ്ജോയിൻ്റ് ആണ്, കോമൺ ആയിട്ട് പോയിന്റ്സ് ഒന്നുമില്ല. അപ്പോൾ രണ്ട് ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണെന്ന് വെച്ചാൽ നമുക്ക് ആക്സിയം 3 തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് പി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിനെ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം, ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താ? പി ഓഫ് എ പ്ലസ്, പ്രോബബിലിറ്റി എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് പി ഓഫ് എ മാത്രം മതി. അപ്പോൾ പി ഓഫ് എ പ്ലസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് എഴുതാം അല്ലേ. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ പി ഓഫ് ബി ഇപ്പം എന്ത് കിട്ടി? പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് സംതിങ് ആണ്, പ്ലസ് പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ ആണ്. അതായത് പി ഓഫ് ബി പി ഓഫ് എനേക്കാളും വലുതാണ് അല്ലേ. പി ഓഫ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ, ഓർ പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി, തിരിച്ചു എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടെന്നത്. ഓക്കെ, ഫ്രം ദ above we get p of b minus a is equal to p of b minus p of a. Since a complement intersection b equal to b minus a, നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് ബി മൈനസ് എ എന്നും കൂടി എഴുതാം. ഞാൻ പറഞ്ഞല്ലോ ഇത് ബി മൈനസ് എയും കൂടെയാണ്. അപ്പോൾ അത് ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ആ നോട്ട് പറയുന്നത്. ദെൻ അടുത്തൊരു തിയറം നോക്കാം. തിയറം പ്രോബബിലിറ്റി ഈസ് കൗണ്ടബിളി സബ് അഡിക്റ്റീവ് ഫോർ എവറി സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് A1 A2 etc. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആക്സിയം 3 പറയുന്നത് പ്രോബബിലിറ്റി ഈസ് കൗണ്ടബിളി അഡിക്റ്റീവ് ആണ്. അവിടെ A1 A2 etc. AN ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആവണം നിർബന്ധമുണ്ട്. ഇത് എവറി സീക്വൻസ് ഓഫ് ഇവൻ്റ് ഡിസ്ജോയിൻ്റ് ആണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആവണം നിർബന്ധമില്ല. അങ്ങനെ ദാറ്റ് ഈസ് P of union I is equal to 1 to infinity, countably sub-additive ആണ്, less than or equal to, union I is equal to 1 to infinity AI less than or equal to P of A1 plus P of A2 plus etc. plus P of AN plus etc. ഇത് A's ഒക്കെ ഡിസ്ജോയിൻ്റ് ആണ് വെച്ചാൽ ഈക്വൽ ടു ആകും. നമുക്ക് ഡിസ്ജോയിൻ്റ് ആണോ അല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ യൂണിയൻ ഐ ഈസ് ഈക്വൽ ടു 1 to infinity AIനെ നമ്മൾ ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതുകയാണ്. A1 A2 etc. AN. അപ്പോൾ നോക്കുക, A1ഉം A2ഉം നിങ്ങൾക്കുണ്ട്, അത് രണ്ടും ഡയഗ്രാം വരച്ച് നോക്കുക. രണ്ടും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ട്. A1 A2 തമ്മിൽ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട്, കോമൺ പോയിന്റ് ഉണ്ട്. ഓക്കെ, അതാണ് അതെന്തായിരിക്കും? A ഇൻ്റർസെക്ഷൻ B ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സിൻ്റെ യൂണിയൻ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? A എഴുതുകയാണ്, യൂണിയൻ നോക്കുക, ബാക്കി ഈ ഒരു ഭാഗം മാത്രമാണുള്ളത് അല്ലേ. അതെന്ന് പറയുന്നത് എന്താ?
എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഇതിനെ ബി ആക്കി എടുത്തോ കേട്ടോ, ബി ആക്കി എടുക്കാം. എ ബി എന്ന് എഴുതും. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആണ്. അതാണ് ഇത് രണ്ടും കൂടി കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എ യൂണിയൻ ബിനെ ഇങ്ങനെ രണ്ട് ഡിസ്ജോയിൻറ്റ് ഇവൻസിൻ്റെ യൂണിയനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ A1 A2 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് കുറേ ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഡിസ്ജോയിൻറ്റ് ഇവൻസിൻ്റെ അതിൻ്റെ യൂണിയനെ ഡിസ്ജോയിൻറ്റ് ഇവൻസിൻ്റെ യൂണിയനായിട്ട് മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റി എഴുതുന്നത് ഇങ്ങനെയാണ്. യൂണിയൻ I is equal to 1 to infinity AI equal to A1 യൂണിയൻ. പിന്നെ A1 A2 തമ്മിൽ കോമൺ പോയിൻറ്റ്സ് ഇല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ A1ൻ്റെ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 യൂണിയൻ. ഇനി A1 A2 വരാൻ പാടില്ല. അപ്പോൾ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A3 യൂണിയൻ. അടുത്ത വരുമ്പോൾ A1 A2 A3 ഉണ്ടാവില്ല. അപ്പോൾ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A3 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A4 വരും. അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ദെൻ നമ്മൾ രണ്ട് സൈഡും പ്രോബബിലിറ്റി കൊടുക്കുക. അപ്പോൾ P ഓഫ് യൂണിയൻ I is equal to 1 to infinity AI ഈക്വൽ ടു ഇത് ഡിസ്ജോയിൻറ്റ് ഇവൻസിൻ്റെ യൂണിയൻ ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഈക്വൽ ടു എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു P ഓഫ് A1 പ്ലസ് P ഓഫ് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 പ്ലസ് P ഓഫ് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എക്സെട്ര അങ്ങനെ എക്സെട്ര എന്ന് എഴുതാം. ഇനി അപ്പോൾ ഇതുവരെ എത്തി നമ്മൾ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2ഉം A2ഉം തമ്മിലുള്ള ബന്ധം എന്താ നോക്കുക. ഒരു സെറ്റ് ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. A1 A2. അപ്പോൾ നമുക്ക് വേണ്ടത് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2ഉം A2ഉം തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ A2 എന്ന് പറയുന്നത് ഇത് അല്ലേ, A2 എന്ന് പറയുന്നത് ഇതാണ്. ദെൻ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 എന്താ, A1ൻ്റെ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ A1 ഒഴിവാക്കിയിട്ടുള്ള ഭാഗം, അതായത് ഇവിടുന്ന് ഇത്രയും ഭാഗം അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ A2ൻ്റെ സബ്സെറ്റ് ആണോ അല്ലേ. അപ്പോൾ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 എന്ന് പറയുന്നത് A2ൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു A സബ്സെറ്റ് ഓഫ് B ആണെങ്കിൽ P ഓഫ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ഓഫ് B, തൊട്ട് മുന്നത്തെ തിയറം. അപ്പോൾ ആ തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാം അല്ലേ. P ഓഫ് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 എന്ന് പറയുന്നത് P ഓഫ് A2ൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ഓഫ് A2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഈക്വൽ ടു എന്നുള്ള സിമ്പിളിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റി എഴുതാം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ഓഫ് A1 അവിടെ തന്നെ ഉണ്ട്. അടുത്ത ടേമിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു. അപ്പോൾ ഇത് കുറഞ്ഞല്ലോ, ചെറിയൊരു സാധനമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ചെറിയൊരു സാധനമല്ല, ഇതിനേക്കാൾ വലിയൊരു സാധനം. ഇത് ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു സാധനം വരുമ്പോൾ ഇത് P ഓഫ് യൂണിയൻ I is equal to 1 to infinity AI എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ടേം ആവും അല്ലേ. കുറച്ചുകൂടി വലിയൊരു സാധനം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അതിന് പകരം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ വരും. അതുപോലെ തന്നെ ഈ ടേം A3യുടെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ഓഫ് A3 ആണ്. അപ്പോൾ അതിനേക്കാൾ വലിയൊരു സാധനം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് എക്സെട്ര. അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറിയത്. ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി. സിൻസ് P ഓഫ് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ഓഫ് A2. അപ്പോൾ നമുക്ക് എഴുതാം P ഓഫ് യൂണിയൻ I is equal to 1 to infinity AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ I is equal to 1 to infinity P ഓഫ് AI. ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ദെൻ തിയറം 5 കോംപ്ലിമെൻറ്റേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്.
തിയറം 5 കോംപ്ലിമെൻറ്റേഷൻ. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. ഇപ്പോൾ ഒരു ഇവൻറ്റ് എ എന്നുണ്ട്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, ആ ഇവൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എസ്. അത് നമുക്ക് വെൻ ഡയഗ്രത്തിൽ അറിയാം. എ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്, എസ് ഉണ്ട്. ഓക്കെ, എസ് ഇത് എ ആണ്. ഇപ്പം എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാ ഈ പോർഷൻ അല്ലേ, ഇതാണ് എ കോംപ്ലിമെൻ്റ്. അപ്പോൾ എയും എ കോംപ്ലിമെൻറ്റും കൂടി യൂണിയൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എസ് ആണ് കിട്ടുക. ദെൻ രണ്ട് സൈഡും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാം. പി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പി ഓഫ് എസ്. ഇനി എയും എ കോംപ്ലിമെൻറ്റും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സം ആക്കി എഴുതാം അല്ലേ. പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പി ഓഫ് എസ്. പി ഓഫ് എസ് 1 ആണ്. ബൈ ആക്സിയം 2, ആക്സിയം 3 ആണ് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്തത്. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് അതിൽ കിട്ടും. അപ്പോൾ ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ നമുക്ക് വേർഡ്സിൽ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് നൺ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദാറ്റ് ഇവൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിൽ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്, ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 മൈനസ് പി ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ടു ഇവൻറ്റ്. അഡീഷൻ തിയറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. അഡീഷൻ തിയറം ഓഫ് two events. If A and B are any two events, P of A union B equal to P of A plus P of B minus P of A intersection B. പ്രൂഫും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനും നമ്മൾ വെൻ ഡയഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെൻ ഡയഗ്രാം നമുക്കുണ്ട്. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ദെൻ we can write A union B. A union B എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം അല്ലേ, ഇത് മൊത്തമാണ് A union B. അപ്പോൾ A union B നെ നമുക്ക് എങ്ങനെ എഴുതാം? A എന്ന് പറഞ്ഞ സെറ്റ്, ഈ ഒരു സെറ്റ് യൂണിയൻ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B എന്ന് എഴുതാം. ഓക്കെ, therefore P of A union B, രണ്ട് സൈഡും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ P of A union B equal to P of A union A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B. A യൂണിയൻ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B. അപ്പോൾ നമുക്ക് ആക്സിയം 3 അപ്ലൈ ചെയ്യാം. രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ P of A പ്ലസ് P of A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B എന്ന് കിട്ടും. അതിനെ ഇക്വേഷൻ 1 എന്ന് എഴുതാം. ഓക്കെ, A ഇൻ്റർസെക്ഷൻ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B ഈക്വൽ ടു 5 ആയതുകൊണ്ട് ദെൻ അതിനെ നമ്മൾ 1 എന്ന് കൊടുത്തു. ഇനി B ഈക്വൽ ടു ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? B എന്ന് പറയുന്നത് A ഇൻ്റർസെക്ഷൻ B യൂണിയൻ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B ആണ്. നോക്കുക, B എന്ന് പറയുന്നത് A ഇൻ്റർസെക്ഷൻ ബിയുടെയും A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയുടെയും യൂണിയനാണ്. നമുക്ക് എഴുതാം B ഈക്വൽ ടു A ഇൻ്റർസെക്ഷൻ B യൂണിയൻ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B. അപ്പോൾ P ഓഫ് B പ്രോബബിലിറ്റി രണ്ട് സൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ P ഓഫ് A ഇൻ്റർസെക്ഷൻ B പ്ലസ് P ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B എന്ന് എഴുതാം. A ഇൻ്റർസെക്ഷൻ Bയും A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ Bയും ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ, അതും നമ്മൾ ആക്സിയം 3 വെച്ചിട്ട് സമ്മായിട്ട് എഴുതി. ദെൻ ഇതിൽ നിന്ന് P ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B, നമുക്കിവിടെ ഒരു P ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B ആവശ്യമുണ്ട്. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം P ഓഫ് A യൂണിയൻ B ഈക്വൽ ടു P ഓഫ് A പ്ലസ് P ഓഫ് B മൈനസ് P ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ P ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ Bയുടെ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം. P ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B ഈക്വൽ ടു P ഓഫ് B മൈനസ് P ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഇത് ഇക്വേഷൻ 2 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും?
പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, നമ്മൾ അഡീഷൻ തിയറം പ്രൂവ് ചെയ്തു. ഇനി കൊറോളറി, ഈഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5, എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്തായിരിക്കും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. കാരണം എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആകുമ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയി പോകും. ഓക്കെ, അതുപോലെ പി ഓഫ് എ യൂണിയൻ ബിനെ നമുക്ക് P1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എഴുതാം നമ്മുടെ കോംപ്ലിമെൻറ്റേഷൻ തിയറം വെച്ചിട്ട്. ഇനി പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദ ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഇവൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നൺ ഓഫ് ദം ആർ ഒക്കറിങ്. ഈ ഒരു ഇതിൻ്റെ വേർഡ്സിൽ എഴുതിയതാണത്. ഓക്കെ, ദെൻ തിയറം 7 അഡീഷൻ തിയറം ഓഫ് 3 ഇവൻറ്റ്സ്. അതായത് ഇതിൻ്റെ ഒരു ജനറലൈസേഷൻ ആണിത്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ തിയറം ഇതാണ് പറയുന്നത്, എ ബി സി 3 ഇവൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡീഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിനെ ഏതെങ്കിലും 2 ഇവൻറ്റിനെ ഒരുമിച്ച്, അതായത് ബി യൂണിയൻ സിനെ ഒരുമിച്ച് ഒറ്റൊന്നാക്കി എടുക്കുക. ഡീന്നോ എങ്ങനെ എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 എണ്ണം ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റി യൂണിയൻ ആയിട്ട് കിടക്കുന്നുണ്ടാവും അല്ലേ? 2 എണ്ണം അല്ലേ ഒന്നാക്കി എടുത്തത്. അപ്പോൾ ബി യൂണിയൻ സി ആണ് എടുത്തിരിക്കുന്നത് എങ്കിൽ ബി യൂണിയൻ സി ആണ് നിങ്ങൾ ഡി ആക്കി എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ എ യൂണിയൻ ഡി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ഡി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡി എന്ന് കിട്ടും. ദെൻ പി ഓഫ് ഡി ഉണ്ടാവും. ഡി എന്താ? ബി യൂണിയൻ സി ആണ്. ദെൻ അതിനെ വീണ്ടും അഡീഷൻ തിയറം അപ്ലൈ ചെയ്യാം. ഈ 2 ഇവൻറ്റ്സിൻ്റെ അഡീഷൻ തിയറം അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, കൊറോളറി ഈസ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്, 2 പ്രാവശ്യമുണ്ട്. ആ പ്രൂഫാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബി യൂണിയൻ സി ഈക്വൽ ടു ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പി ഓഫ് എ യൂണിയൻ ഡി എന്ന് എഴുതുന്നത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഈ ഡിക്ക് വീണ്ടും നമ്മൾ ബി യൂണിയൻ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ബി യൂണിയൻ സിനെ വീണ്ടും അഡീഷൻ തിയറം വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി വരും. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സിനെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണ് രണ്ടും. അത് തമ്മിൽ ഇവിടെ വീണ്ടും ഇത് 2 ഇവൻറ്റ്സിൻ്റെ അഡീഷൻ തിയറായിട്ട് എടുക്കാം. അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് കിട്ടും. ഒന്ന് നോക്കിയാൽ മതി. സെയിം മെത്തേഡാണ്. 2 ഇവൻറ്റിൻ്റെയാണ് സാധാരണ ചോദിച്ച് കാണാറ്. ഇതൊന്ന് നോക്കി വയ്ക്കാം. ദെൻ കൊറോളറി if the events A, B, C are mutually exclusive, P of A union B union C, അതായത് ഇൻ്റർസെക്ഷൻസ് 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക P of A plus P of B plus P of C എന്ന് കിട്ടും. ഓക്കെ, ദെൻ P of A union B union C നെ നമുക്ക് 1 minus P of A union B union C all complement എഴുതാം, which is equal to 1 minus P of A complement intersection B complement intersection C complement. Then theorem 8, Boole's inequality. Okay, for n events a1, a2, a3, etc. an, we have P of intersection I is equal to 1 to n ai greater than or equal to sigma I is equal to 1 to n P of ai minus n minus 1. Okay, then രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് P of union I is equal to 1 to n ai less than or equal to sigma I is equal to 1 to n P of ai. ഇതിൻ്റെ പ്രൂഫ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ P of a1 യൂണിയൻ a2 എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റത്തെ പ്രൂഫ് നമ്മൾ ചെയ്യുക മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താ?
അപ്പോൾ രണ്ട് ഇവൻറ്റ് നമുക്ക് മിനിമം വേണം യൂണിയൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ. അപ്പോൾ രണ്ട് ഇവൻസിൻ്റെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും, അല്ല ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ദെൻ ജനറൽ ആയിട്ടൊരു ഇവൻസിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ദെൻ ഇവൻസിന് ട്രൂ ആണെന്ന്, അല്ലെങ്കിൽ M+1 ഇവൻസിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രണ്ട് ഇവൻസ് എടുക്കുകയാണ്, A1 A2. ദെൻ P ഓഫ് A1 യൂണിയൻ A2 എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ തിയറം പ്രകാരം P ഓഫ് A1 പ്ലസ് P ഓഫ് A2 മൈനസ് P ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2. അതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, അല്ലേ? ഇത് 1 ആണ്, ഇതും 1ൻ്റെ താഴെ വരുന്ന വാല്യൂ ആണ്, ഇതും 1ൻ്റെ താഴെ വരുന്ന വാല്യൂ. അപ്പോൾ 2 - 1 ഇതും 1ൻ്റെ താഴെ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ 2 - 1 1 ആണ്. അപ്പോൾ അതിൻ്റെ താഴെയായിരിക്കും അതുണ്ടാവുക. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇതിൽ നിന്ന് P ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P ഓഫ് A1 പ്ലസ് P ഓഫ് A2 മൈനസ് 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഇവൻസിൻ്റെ കേസിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കണ്ടു. എങ്ങനെ? രണ്ട് ഇവൻസ് ആകുമ്പോൾ P ഓഫ് A1 പ്ലസ് P ഓഫ് A2 മൈനസ് 2 - 1 ആണ്, 2 - 1 1. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആണ്. ഇനി സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ ഫോർ n is equal to m ഇവൻസിന് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് P ഓഫ് ഇൻ്റർസെക്ഷൻ I is equal to 1 to m AI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ I is equal to 1 to m P ഓഫ് AI മൈനസ് m - 1. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ നമ്മൾ M+n ഇവൻസിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എടുക്കുകയാണ് P ഓഫ് ഇൻ്റർസെക്ഷൻ I is equal to 1 to m+1 AI ഈക്വൽ ടു, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റർസെക്ഷൻ I is equal to 1 to m AI ഇൻ്റർസെക്ഷൻ AM+1 എന്ന് എഴുതാമല്ലോ, അല്ലേ? A1 A2 എക്സെട്ര AM+1 വരെയുള്ള ഇൻ്റർസെക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ m വരെയുള്ള ഇൻ്റർസെക്ഷൻ ഒരുമിച്ച് എഴുതിയിട്ട് ഇൻ്റർസെക്ഷൻ AM+1 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നോക്കുക, ഇത് ഇപ്പോൾ ഉള്ളത് രണ്ട് ഇവൻറ്റ്സ് പോലെയാണ്, അല്ലേ? ഇൻ്റർസെക്ഷൻ I is equal to 1 to m AI ഒരു ഇവൻറ്റും, AI എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ഒരു ഇവൻറ്റും, AM+1 എന്ന് പറയുന്നത് B എന്ന് പറയുന്ന ഒരു ഇവൻറ്റുമായിട്ട് എടുക്കുക, അല്ലേ? ഈ രണ്ട് ഇവൻറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P of union I is equal to 1 to infinity AI plus P of AM+1 മൈനസ് 1 എന്ന് എഴുതാം. രണ്ട് ഇവൻസിൻ്റെ കേസിൽ ഇതാണ്. ഇനി ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ I is equal to 1 to m P of AI മൈനസ് m-1 പ്ലസ് P of AM+1 മൈനസ് 1. ഇനി ഈ സമ്മും ഇതിനെയും കൂടി ഒരുമിച്ചാക്കാലോ. അപ്പോൾ which is equal to P of intersection I is equal to 1 to m+1 AI greater than or equal to, ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കി. അപ്പോൾ സിഗ്മ I is equal to 1 to m+1 P of AI എന്ന് എഴുതി, മൈനസ് m-1 മൈനസ് 1. നോക്കാം, -m+1 -1 എന്ന് കിട്ടും, അതായത് -m. ഓക്കെ, അപ്പോൾ m ഇവൻസിൻ്റെ കേസിൽ, അപ്പോൾ m+1 ഇവൻസ് ആകുമ്പോൾ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ജനറലായിട്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ n ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം അത് എല്ലാ n-നും ട്രൂ ആണ്. ഇപ്പോൾ ജനറലായിട്ട് നമുക്ക് എഴുതാം P of intersection I is equal to 1 to n AI greater than or equal to sigma I is equal to 1 to n P of AI minus n-1. ഓക്കെ, ഇനി രണ്ടാമത്തത് അപ്ലൈ ബോൾസ് ഇനിക്വാലിറ്റി ടു ദ ഇവൻറ്റ്. ഇപ്പം ഈ പറഞ്ഞ ഫസ്റ്റ് റിസൾട്ട് നമ്മൾ A1 കോംപ്ലിമെൻറ്റ് A2 കോംപ്ലിമെൻറ്റ് എക്സെട്ര AN കോംപ്ലിമെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടാണ് രണ്ടാമത്തെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ A1 കോംപ്ലിമെൻറ്റ് A2 കോംപ്ലിമെൻറ്റ് എക്സെട്ര AN കോംപ്ലിമെൻറ്റിൽ ഇത് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ P ഓഫ് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എക്സെട്ര intersection AN complement greater than or equal to sigma I is equal to 1 to n P of AI complement minus n minus 1.
ഓക്കെ. ദെൻ ഓരോന്നിൻ്റെയും കോംപ്ലിമെൻറ്റ് നമുക്ക് എന്താണെന്നറിയാം. പി ഓഫ് എ ഐ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് പി ഓഫ് എ ഐ ആണ്. കോംപ്ലിമെൻറ്റേഷൻ നമ്മൾ പഠിച്ചു, തിയറം. ഓക്കെ, ഇനി അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ പി ഓഫ് എ വൺ കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ ടു കോംപ്ലിമെൻറ്റ് പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് എ എൻ കോംപ്ലിമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ വൺ പ്ലസ് 1 മൈനസ് പി ഓഫ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് 1 മൈനസ് പി ഓഫ് എ എൻ മൈനസ് എൻ മൈനസ് 1 എഴുതും അല്ലേ? അപ്പോൾ എൻ ടൈംസ് നമ്മൾ 1 സം ചെയ്യും, അപ്പോൾ എൻ ഉണ്ട്. ദെൻ മൈനസ് ബ്രാക്കറ്റിലിട്ട് പി ഓഫ് എ വൺ പ്ലസ് പി ഓഫ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് എൻ എഴുതാം. മൈനസ് എൻ പ്ലസ് 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? എൻ മൈനസ് എന്നും കൂടി 0 ആയിപ്പോയി. ദെൻ 1, അപ്പോൾ 1 മൈനസ് പി ഓഫ് ഇതെങ്ങനെ വരും? 1 മൈനസ് പി ഓഫ് ബ്രാക്കറ്റ് ഉണ്ട് എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് എ എൻ അല്ലേ? ഇവിടെ എന്നും പോയി, ബാക്കി 1 മൈനസ് ഇതുണ്ടാവും. ഈ 1 മൈനസ് പി ഓഫ് എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്ര എ എന്നിന് നമുക്ക് ഇതിൽ നിന്ന് ഇത് മാത്രം ഇവിടെ വയ്ക്കുക, 1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പി ഓഫ് എ വൺ പ്ലസ് പി ഓഫ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് എ എൻ നോക്കുക, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഉള്ള പി ഓഫ് എ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ ടു കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷനെ ഇനീക്വാലിറ്റീൻ്റെ ഇപ്പുറത്തേക്കും കൊണ്ടുപോയി. 1 മൈനസ് പി ഓഫ് ഐ. അപ്പോൾ പി ഓഫ് എ വൺ കോംപ്ലിമെൻറ്റ് എ വൺ പ്ലസ് പി ഓഫ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് എ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ ടു കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ എ എൻ കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടും. ഓക്കെ, ഇതെന്താ നോക്കുക, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ n വാല്യൂസിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ട്, അപ്പോൾ n വാല്യൂസിൻ്റെ യൂണിയൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, 1 മൈനസ് പി ഓഫ് എ വൺ യൂണിയൻ എ ടു യൂണിയൻ എക്സെട്ര യൂണിയൻ എ എൻ ഓൾ കോംപ്ലിമെൻ്റ്. ഡിമോഗൻസ് ലോ ആണത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താം. ഓക്കെ, ഇനി 1 മൈനസ് പി ഓഫ് എ വൺ യൂണിയൻ എ ടു യൂണിയൻ എക്സെട്ര യൂണിയൻ എ എൻ കോംപ്ലിമെൻ്റ് എന്ന 1 മൈനസ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു പി ഓഫ് എ ആണ് അല്ലേ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എന്തെഴുതാം? പി ഓഫ് എ വൺ യൂണിയൻ എ ടു യൂണിയൻ എക്സെട്ര യൂണിയൻ എ എൻ എഴുതാം. അപ്പോൾ പി ഓഫ് എ വൺ യൂണിയൻ എ ടു യൂണിയൻ എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ വൺ പ്ലസ് പി ഓഫ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് എ എൻ. ഷോർട്ടായിട്ട് പി ഓഫ് യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു 1 to n പി ഓഫ് എ ഐ എന്ന് കിട്ടും. ദെൻ ലാസ്റ്റ് ഒരു ഡെഫിനിഷനും കൂടെ. പ്രോബബിലിറ്റി ഈസ് infinite sample space with equally likely points. For a certain random experiment, there is a finite number of outcomes, say n, and the probability attached to each outcome is 1 by n. എല്ലാ ഔട്ട്കംസിൻ്റെയും പ്രോബിലിറ്റി 1 by n ആണ്. The classical definition of probability is generally adopted for these problems, but we can see that the axiomatic definition is applicable as well. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ യൂസ് ചെയ്യുക ഈക്വലി ലൈക്ലി ഇവൻസിൻ്റെ കേസിൽ വരുമ്പോൾ അല്ലേ, നമുക്ക് ആക്സിയോമാറ്റിക് ഡെഫിനിഷനും അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇത് പറയുന്നത്. ലെറ്റ് E1, E2, etc. En be n sample points or simple events in a discrete or finite sample space. S, suppose the set function P with a domain, the collection of all subsets of S satisfies the following condition. P of E is equal to P of E1 is equal to P of E2 equal to P of E3 etc. equal to P of En equal to 1 by n. എല്ലാത്തിൻ്റെയും പ്രോബിലിറ്റി 1 by n ആണ്. P of S is equal to P of E1 union E2 union etc. union En, which is equal to P of E1 plus P of E2 plus etc. plus P of En equal to 1 by 1.
1/n + 1/n + etc. = 1 കിട്ടും. അപ്പോൾ ഇത് ഫസ്റ്റ് ആക്സിയമാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ കിടക്കണം എന്നുള്ളത് അല്ലേ. ഇത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഫസ്റ്റ് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ രണ്ടാമത്തെ ആക്സിയമാണ് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് 1 എന്നുള്ളത്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യും. Then third, if A is any event which contain m sample points, say E1, E2, etc., En, then P of A is equal to P of E1 union E2 union etc. Em equal to P of E1 plus P of E2 plus etc. plus P of Em. Since Ei intersection Ej equal to 5, I not equal to j, which is equal to 1/n plus 1/n plus etc. plus 1/n. m events ഉണ്ടായതുകൊണ്ട് m terms ഉണ്ടാവും, which is equal to m/n. ഓക്കെ, അപ്പോൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ തന്നെ നമുക്ക് ഇതെന്താ ക്ലാസിക്കൽ ഡെഫിനിഷൻ്റെയാണ് പറയുന്നത് m/n. അതിലേക്ക് എത്താം. അപ്പോൾ ഇതും ക്ലാസിക്കൽ ഡെഫിനിഷന് പകരം നമുക്ക് ആക്സിയോമാറ്റിക് ഡെഫിനിഷനും ഈ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് ഈക്വലി ലൈക്കിൻ്റെ ഇവൻസിൻ്റെ കേസിൽ. ഓക്കെ, താങ്ക് യു.